ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്യാമേ, എടുത്തേ ഇവിടെ വെച്ചോളൂ. ഇതെന്താ ഇവിടെ ഇരിക്കുന്ന? ഇത് മതി എടുത്തേ. ആശ്രമത്തിൽ ഇങ്ങനെയല്ലേ അവള് കഴിക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുന്ന കറികൾ എടുക്കട്ടെ? വേണ്ട എടുത്തേ, ഇത് മതി. കുറച്ചു ദിവസം കൂടെ ഉണ്ടായിട്ട് അകന്ന് നിന്നപ്പോ ഒട്ടും സഹിക്കാൻ പറ്റണില്ല. തൊട്ടും തലോടിയും ചേർത്ത് പിടിച്ചും കൂടെ ഉണ്ടായിരുന്നപ്പോ ജീവിതത്തിന് വേറൊരു നിറമായിരുന്നു. ആ നിറമൊക്കെ വീണ്ടും പോയി. ആര് പറഞ്ഞു? രാധികയുടെ സഞ്ചാരം എവിടെ അവസാനിക്കാ? ശ്യാമയുടെ നെഞ്ചില്. ഭഗവാൻ അങ്ങനെ തീരുമാനിക്കും. അജന്ത വൈകിയോ? ഇന്നലെ രാത്രി മുഴുവൻ കുട്ടികളുടെ കൂടെയായിരുന്നു. ദിയമോക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. അവൾ ഉറങ്ങാൻ വൈകിയതുകൊണ്ടാ. സ്വാമി പ്രാർത്ഥിക്കാൻ എത്തുമല്ലോ. കൃഷ്ണവിഗ്രഹം ഒരുക്കിയിട്ടുമില്ല. അതും വിഗ്രഹം പുതിയ പ്രാർത്ഥനാമൂലയിലേക്ക് മാറ്റിയിരിക്കുകയല്ലേ. ഒരുപാട് ജോലിയുണ്ട്. വാ, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇന്നലെ വന്ന ആ കുട്ടിയെ വിളിക്കണ്ടേ? പ്രാർത്ഥനയുടെ ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ആദ്യം നമുക്ക് പോയി കൃഷ്ണവിഗ്രഹം ഒരുക്കാം. എന്നിട്ട് രാധിക വിളിച്ചാ മതി. ഇതാരാ ഇതൊക്കെ ഒരുക്കിയത്? സ്വാമിനി എഴുന്നേറ്റോ? ഞാൻ പ്രാർത്ഥനാ മുറിയിൽ വരുമ്പോ ആരെയും കണ്ടില്ല. ഒരുക്കങ്ങൾ നടത്തിയത് തെറ്റാണോ? ഇല്ല, വിസ്മയമാണ്. എത്ര ഭംഗിയായിട്ടാ ഒരുക്കിയിരിക്കുന്നത് രാധിക. കുറെ നേരത്തെ എഴുന്നേറ്റോ കുട്ടി? അച്ഛൻ പൂജയ്ക്ക് പോകുമ്പോ എഴുന്നേക്കുന്ന ശീലമുണ്ട്. അച്ഛൻ പോയി കഴിയുമ്പോ ഞാൻ വീട്ടിലെ പൂജാമുറി ഒരുക്കാറുണ്ട്. അത് പറയും. അതിന്റെ കൈവഴക്കം കാണാനും ഉണ്ട്. ഭഗവാന് ഒരു പ്രത്യേക ചൈതന്യം വന്നതുപോലെ.